ഹായ് എവരി വൺ, ലേൺ തെലുഗു ത്രൂ മലയാളം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് തെലുഗു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വർത്തമാനകാലത്തിൽ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു 10-60 ക്രിയകൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു തെലുങ്കിൽ എങ്ങനെയൊക്കെ പറയാമെന്ന്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാ, പോ, ചെയ്യൂ, പ്രാർത്ഥിക്കൂ, ജോലി ചെയ്യൂ, ഭക്ഷണം കഴിക്കൂ, പാചകം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് കുറെ ക്രിയകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ക്രിയകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് പോയി കാണുക. കാരണം അതാണ് നമ്മുടെ ബേസ്. ആ വാക്കുകളെ ഡിപ്പെൻഡ് ചെയ്താണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ വ്യാകരണത്തിൽ നമ്മൾ ആദ്യം തുടങ്ങിയിരിക്കുന്നത് വർത്തമാനകാലം വെച്ചിട്ടാണ്. വർത്തമാനകാലം കഴിഞ്ഞ ശേഷം നമുക്ക് ഭൂതകാലവും ഭാവി കാലത്തിലും എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം ഞാൻ പറഞ്ഞുതരാം. അപ്പോ നമ്മൾ ഓൾറെഡി പഠിച്ചത് ഞാൻ ആണ് കർത്താവെങ്കിൽ, ഞാൻ ആണ് സബ്ജക്റ്റ് എങ്കിൽ, ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ എങ്ങനെ തെളിയിൽ പറയാം ഞാൻ ഉള്ളി പറഞ്ഞു തന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിരുന്നു നീ ആണെങ്കിൽ, നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരോ അല്ലെങ്കിൽ ബഹുമാനം വേണ്ടാതെ സംസാരിക്കേണ്ട ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയാണ് വർത്തമാനങ്ങളിൽ പറയുന്നത്. നീ പോയിക്കൊണ്ടിരിക്കുന്നു, നീ വന്നുകൊണ്ടിരിക്കുന്നു, നീ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സബ്ജക്ട് നിങ്ങളാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനായിട്ട് നേനു വസ്തുന്നാനു എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു വന്നുകൊണ്ടിരിക്കുക, വരുക, അതിന് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ര എന്നാണ് വ എന്ന് പറയുന്നത്. ബഹുമാനം കൊടുത്ത് പറയുന്നത് രണ്ടി എന്നാണ്. അതുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ് വസ്തുന്നാൻ എന്ന് പറഞ്ഞ വാക്ക്. പക്ഷെ ബാക്കിയെല്ലാം ആ മൂലക്രിയയുമായിട്ട് ബന്ധമുള്ള വാക്കുകളാണ്. വെല്ലു എന്നാണല്ലോ പോ എന്ന് പറയുന്നത്. വെല്ലു, പോ, വെള്ളിപ്പോ, ഈ 3 ക്രിയകളുണ്ട്. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനായിട്ട് പറയുന്ന വാക്കാണ് നേനു വെൽത്തുണ്ണാനു. ഇനി ചെപ്പു എന്ന് വെച്ചാൽ പറയൂ, സംസാരിക്കൂ. അവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു ചെപ്തുണ്ണാനു എന്നാണ്. അപ്പം മെയിൻ ക്രിയ അതിന്റെ ഒപ്പം തു, ന, നു എന്ന് ചേർത്ത് കഴിഞ്ഞാൽ വർത്തമാനകാലത്തിൽ സെന്റൻസ് ആയി. ഓക്കെ, പക്ഷെ ഇത് ഞാൻ എന്ന് പറഞ്ഞ ആൾക്ക് മാത്രമേ അത് ബാധകമാവുകയുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു വസ്തുണ്ണാനു, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു വെൽത്തുണ്ണാനു, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് നേനു ചെപ്തുണ്ണാനു, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് നേനു അടുകുത്തുണ്ണാനു. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു സബ്ജക്ട് നീ ആണെങ്കിൽ, നീവു എന്ന് പറഞ്ഞ വാക്കാണെങ്കിൽ, നീവു എന്ന് പറയുന്നത് കുറച്ച് അച്ചടി ഭാഷയാണ്. സംസാര ഭാഷയിൽ നുവു എന്നാണ് സംസാരിക്കാറുള്ളത്. അപ്പം നുവു വസ്തുണ്ണാവു, നുവു വെൽത്തുണ്ണാവു, നുവു അടുകുത്തുണ്ണാവു, നുവു ചെപ്തുണ്ണാവു, നുവു പ്രാർത്ഥിച്ചുണ്ണാവു, അങ്ങനെയൊക്കെയാണ് വാക്കുകൾ വരുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മീരു എന്നാണെങ്കിൽ, താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ. അപ്പം നിങ്ങൾ എന്ന് പറയുന്ന നേരത്ത് ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരോടും കൂടി ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ ഉള്ളൂ, പക്ഷെ ബഹുമാനം തന്ന് സംസാരിക്കുകയാണ് ഞാൻ, താങ്കൾ. ഓക്കെ, ഈ 2 സാഹചര്യങ്ങളിൽ മീരു എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്ന നേരത്ത് എങ്ങനെയാണ് വർത്തമാനകാലത്തിൽ സെന്റൻസ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോ ആദ്യത്തെ ക്രിയ വെച്ച് തുടങ്ങാം. വന്നുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്, നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് മീരു വസ്തുണ്ണാരു എന്ന് പറഞ്ഞു വരണം. അപ്പം നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റ് തന്നെ, പക്ഷേ ഞാനാണെങ്കിൽ നേനു ആണെങ്കിൽ നൂയിൽ അവസാനിക്കും, നീവു നുവു ആണെങ്കിൽ വൂയിൽ അവസാനിക്കും. ഇവിടെ മീരു ആണ്, രൂയിലാണ് മീരു എന്ന് പറഞ്ഞ വാക്ക് അവസാനിക്കുന്നത്. അതുകൊണ്ട് ക്രിയയും അവസാനിക്കുന്നത് രൂയിൽ തന്നെയാണ്. മീരു വസ്തുണ്ണാരു. ഇനി നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് മീരു വെൽത്തുണ്ണാരു. ഓക്കെ, അതിനുശേഷം ചെയ് എന്ന് പറയുന്ന ക്രിയ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ് എന്ന് പറയുന്നത് ചെയ്യും തന്നെയാണ് പറയുന്നത്. അപ്പം താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം, ഞാൻ നേനു ആണ് സബ്ജക്റ്റ് എങ്കിൽ, കർത്താവെങ്കിൽ 2 വീഡിയോകൾ ചെയ്തായിരുന്നു. അതായത് 30 ക്രിയകൾ വെച്ച് ഒരു വീഡിയോ, വേറെ 30 ക്രിയകൾ വെച്ച് വേറൊരു വീഡിയോ. തൊട്ട് മുൻപത്തെ വീഡിയോ നീവു ആണെങ്കിൽ എങ്ങനെ സംസാരിക്കാമെന്നാണ്. ആകെ ഞാൻ 30 ക്രിയകളെ പറഞ്ഞെന്നുള്ളൂ. ഞാൻ വിചാരിച്ചു അടുത്ത വീഡിയോയിൽ 30 ക്രിയകൾ വെച്ച് പറയാമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കുക. നമ്മൾ ഇന്ന് പുതിയൊരു സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്.
പുതിയൊരു കർത്താവാണ് എടുത്തിരിക്കുന്നത്, മീരു ആണ്. അപ്പം മീരു വരികയാണെങ്കിൽ, അതായത് താങ്കൾ വരികയാണെങ്കിൽ, ഓക്കെ, മീരു വസ്തുന്നാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് മീരു വെൽത്തുന്നാരു. അടുത്തത് നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് മീരു ചേസ്തുന്നാരു. ഓക്കെ, അടുത്തത് വളരെ സിമ്പിൾ അല്ലേ. അടുത്തത് നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് മീരു അടുകുത്തുന്നാരു. ഇനി താങ്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് മീരു വിണ്ടുന്നാരു. ഓക്കെ, ചതുവു അല്ലെങ്കിൽ ചതുവുക്കോ എന്ന് വെച്ചാൽ വായിക്കൂ. നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് മീരു ചതുവുത്തുന്നാരു. അടുത്തത് രായു അല്ലെങ്കിൽ രാസ്കോ എന്ന് വെച്ചാൽ എഴുതുക. മീരു രാസ്കൊണ്ടുന്നാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നേർച്ചുക്കോ എന്ന് വെച്ചാൽ പഠിക്കുക. നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് മീരു നേർച്ചുകൊണ്ടിരുന്നാരു. അപ്പം 10 ക്രിയകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനിയും ഒരു 19 ക്രിയകളുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം ചോദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതായിരുന്നു നീ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നൂവു വെൽത്തുണ്ണാവു എന്നാണ്. ഇനി നീ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാനായിട്ട് നൂ വെൽത്തുണ്ണാവാ എന്ന് ചോദിക്കണം. വു എന്നത് വാ എന്നാക്കിയാൽ മതി. അതേപോലെ തന്നെ ഇവിടെ മീരു വെൽത്തുണ്ണാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാനായിട്ട് മീരു വെൽത്തുണ്ണാര എന്ന് ചോദിച്ചാൽ മതി. അപ്പം രു എന്നത് അവസാനിക്കുന്നതെല്ലാം രാ എന്നാക്കി കഴിഞ്ഞാൽ ചോദ്യമായി. മീരു വെൽത്തുണ്ണാരു, മീരു വെൽത്തുണ്ണാര. మీరు వస్తున్నారు, మీరు వస్తున్నారా. మీరు చెప్తున్నారు, మీరు చెప్తున్నారా. మీరు చేస్తున్నారు, మీరు చేస్తున్నారా. അങ്ങനെ അങ്ങ് ആക്കിയാൽ മതി. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വർത്തമാനകാലം ചിലപ്പോൾ നമ്മൾ ഭാവി കാലത്തിന് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു ഉദാഹരണത്തിന് മീരു വെൽത്തുన్నారు എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നുവെച്ചാൽ നിങ്ങൾ താങ്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചോദ്യം മീരു വെൽത്തുന്നാരാ. അപ്പം ഇത് വർത്തമാനകാലമാണ് ഓഫ് കോഴ്സ്, പക്ഷേ ഇത് ഭാവി കാലത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് മാത്രമല്ല ഇതിന്റെ അർത്ഥം, നിങ്ങൾ പോകുന്നുണ്ടോ, നിങ്ങൾക്ക് പോകാൻ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ടും മീരു വെൽത്തുന്നാരാ. നാളെ അവിടെ പരിപാടിയുണ്ട്, നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട്, നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ടും മീരു വെൽത്തുന്നാരാ എന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇന്ന് ഫ്രീ ആണ്, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് മീരു വസ്തുന്നാരാ എന്ന് ചോദിച്ചാൽ മതി. നമ്മൾ ഭാവി കാലത്തിന് പഠിച്ചിട്ടില്ല. ഭാവി കാലത്തിൽ എങ്ങനെയാണ് ക്രിയകൾ ഉണ്ടാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ ഈ വർത്തമാനകാലം കൊണ്ട് രണ്ടുണ്ട് ഗുണം. വർത്തമാനകാലത്തിലെ ക്രിയകൾക്കും വേണ്ടി ഉപയോഗിക്കാം, ഭാവി കാലത്തെ ക്രിയകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പം ഒരു ഉദാഹരണം നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, ഐ ആം ഗോയിങ് ടു അമേരിക്ക. ഓക്കെ, അതിനർത്ഥം ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നല്ല, ഞാൻ പോകും, ഈ അടുത്തന്നെ പോകും. അപ്പം അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും പറയുന്നുള്ളൂ. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. വർത്തമാനകാലത്തിൽ മീരു ആണ് സബ്ജക്റ്റ് എങ്കിൽ, താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് സബ്ജക്റ്റ് എങ്കിൽ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം. 2 എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം. 3 ഇതെങ്ങനെ ഭാവി കാലത്തിലേക്കും ഉപയോഗിക്കാം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഓക്കെ, നിങ്ങൾ തന്നെ ബാക്കിയുള്ള 10-50 ക്രിയകൾ വെച്ച് സെന്റൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇത്രയും പറയുന്നുള്ളൂ. കീപ് സ്റ്റഡിങ്, കീപ് ലേണിംഗ്. Love you all. Bye.